ഹായ് ഫ്രണ്ട്സ്, ഞാനും ദേവക്കുട്ടനും കൂടെ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങും കേട്ടോ. മിക്ക ദിവസവും ഞങ്ങൾ ഈ പാലത്തിലാണ് നടക്കാൻ വരാറുള്ളത്. ഇത് സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈക്കാട്ടുശ്ശേരി പാലാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും നടക്കാനായിട്ട്. സ്ഥലമൊക്കെ ഒന്ന് നോക്കിയാൽ എന്ത് രസമാണ് കാണാനെന്നറിയോ. ഇവിടെ ഉണ്ടല്ലോ ഓപ്പൺ ജിം ഉണ്ട്. ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്നിട്ട് അതിൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാത്തത്. നമ്മൾ മിക്ക ദിവസം വരാറുണ്ട് കേട്ടോ ഇവിടെ. അവൻ എല്ലാത്തിലും ഓടി നടന്ന് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും പുള്ളിക്ക് അറിയാവുന്ന പോലെയൊക്കെ പുള്ളി ചെയ്യാറുണ്ട് കേട്ടോ. വരെ കുറേ ആൾക്കാരൊക്കെ ആ സമയത്തൊക്കെ അവിടെ ഉണ്ടാവും. നമ്മൾ അത്യാവശ്യം രാവിലെ തന്നെ വരും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. വണ്ടികളൊക്കെ കുറവായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യാം. നല്ല രസമാണ് രാവിലെ. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അത്യാവശ്യം പുറത്തൊരു ജിമ്മിൽ പോയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 500 രൂപ വെച്ചിട്ട് മാസം കൊടുക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഫ്രീ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ജാനീനെ ഞങ്ങൾ കൊണ്ടുവരാറില്ല കേട്ടോ. അവൾ രാവിലെ നല്ല ഉറക്കമായിരിക്കും. അതുകൊണ്ട് അവളെ എടുക്കാതെയാണ് ഞങ്ങൾ പോരുന്നത്. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. തൈക്കാട്ടുശ്ശേരിയിൽ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലേ. അവിടെ തന്നെ പാർക്കും ഉണ്ട്. അപ്പം ഞങ്ങൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും അവളെ കൊണ്ടുവരും. കുറേ സമയം അവിടെ കളിക്കാനും എടുക്കാനൊക്കെ പറ്റും. പക്ഷെ പുള്ളിക്ക് പാർക്കിൽ കളിക്കുന്നതിലും ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസിൽ കയറുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറേ സമയം വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കളിച്ചിട്ടൊക്കെ പോരാറുണ്ട്. രാവിലെ അധികം കടകളൊന്നും തുറന്നിട്ടുണ്ടാവാറില്ല. പക്ഷെ വൈകിട്ടാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അവിടെ കുറേ ചെറിയ ചെറിയ തട്ടുകടകളുണ്ട്. നമുക്ക് ദോശ, ഓംലേറ്റ് അങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇപ്പുറത്തെ റാന്തൽ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി കടയാണ് കേട്ടോ. അവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ഐറ്റംസ്, കോഫി അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഉണ്ട്. ഇവിടെ ജിമ്മും പാർക്കൊക്കെ വന്ന ശേഷം നല്ല തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ബോക്സൊക്കെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും കുറേ ആൾക്കാർ കുപ്പിയും പാട്ടയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലിടാതെ തന്നെ താഴെയൊക്കെ നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് നല്ല സൗകര്യങ്ങളല്ലേ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ എത്ര തെറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ റാന്തൽ എന്ന് പറയുന്നത്, അത് ഇതിൻ്റെ തൊട്ടടുത്താട്ടോ. നല്ല രസമാണ്. അവിടെ ഇരുന്ന് കായലിൻ്റെ അരികത്ത് ഇരുന്നിട്ട് ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ പാലം വന്ന ശേഷം ഉണ്ടല്ലോ എന്തോരം കടകളാണെന്നറിയോ. മറ്റേതെന്ന് വെച്ചാൽ ഞങ്ങൾ ബോട്ടിലാണ് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് വലിയ കടയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഇപ്പം അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്ന വണ്ടികളെല്ലാം തന്നെ ഇവിടെ കൂടെയാണ് പോകുന്നത്. അത്ര എളുപ്പമാവുമല്ലോ പോകാനായിട്ട്. ഇപ്പോൾ ദേവക്കുട്ടൻ എന്തിലൊക്കെയോ പിടിച്ച് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയത്തില്ല. എന്നാലും കുറച്ച് സമയം കൂടെ പോരാൻ പുള്ളിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ വരാൻ ഭയങ്കര മടിയാണ്. വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോരാനും മടിയാണ് ആൾക്ക്. ഓപ്പൺ ജിമ്മാണിത്. ഒരെണ്ണത്തിൽ കയറിയിട്ട് ഒരു 5 മിനിറ്റ് പോലും അവൻ അതിൽ ചെയ്യില്ല. ഉടനെ തന്നെ അടുത്ത സ്ഥാനത്തിലോട്ട് കയറും. ഒന്നും പുള്ളിക്ക് ശരിക്കും അറിയാനും കൂടി പാടില്ല കേട്ടോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് കക്ഷി ചെയ്യുന്നത്. എന്നാലും ഒരെണ്ണത്തിൽ ഇത്തിരി സമയം ചെയ്യും, എന്നിട്ട് ഉടനെ തന്നെ അടുത്തതിൽ കയറും. അതാണ് പുള്ളിക്കാരൻ്റെ പരിപാടി. 10 മിനിറ്റ് അവൻ ഇവിടെ കളിച്ച് കഴിഞ്ഞാൽ നേരെ പിന്നെ വീണ്ടും പാലത്തിലോട്ട് കയറലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണേ. പാലത്തിൽ കയറാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയ പോലെ തോന്നും. പക്ഷേ നടന്നു കഴിഞ്ഞാൽ എത്തത്തില്ലേ. വീണ്ടും അങ്ങോട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ കുറച്ചും കൂടെ നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലത്തിൽ കുറച്ച് പേരൊക്കെ നടക്കുന്നുണ്ട്. കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ കൂടെ നടക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് രാവിലെ വരുന്നത് ഞങ്ങളെ. പുള്ളി വിഷമിച്ചു. ഇനി ഇരിക്കാനുള്ള പരിപാടിയാണേ. ഇവിടെ കുറേ സമയം ഇരുന്നിട്ടൊക്കെ പതുക്കെ നടന്നൊക്കെ വരത്തുള്ളൂ. ശനിയും ഞായറും ഉണ്ടല്ലോ അവനിവിടെ ഓൾറെഡി സ്കേറ്റിങ്ങിൻ്റെ ക്ലാസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രസമാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ കുഞ്ഞു പിള്ളേരുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവനത് ഓടിക്കും കേട്ടോ. ഇവിടെ വന്ന ശേഷമാണ് അത്രയും നന്നായിട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ജാനിക്കും ഇപ്പോൾ പഠിക്കണമെന്ന് പറഞ്ഞ് ബഹളമാണ് സ്കേറ്റിങ്. അവളാകെ കുഞ്ഞാണ്. അപ്പോൾ ആദ്യക്കുട്ടനുണ്ട് സ്കേറ്റിംഗ് ഷൂ. അവനും ഓടിക്കും കേട്ടോ. അവൻ പക്ഷേ ഇങ്ങോട്ട് ചേർന്നിട്ടില്ല പഠിക്കാനായിട്ട്. അവൻ സ്കൂളിൽ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പക്ഷേ ഇങ്ങോട്ട് ചേരാതിരുന്നത്. എൻ്റെ വീട് ഇവിടെ കുറച്ച് അടുത്താണ് കേട്ടോ. തൈക്കാട്ടുശ്ശേരിയിലാണ് എൻ്റെ വീടുള്ളത്. ഹസ്ബൻഡിൻ്റെ വീടാണ് വളമംഗലം തുറവൂരുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലം വന്ന ശേഷം ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. 5 മിനിറ്റ് പോലും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. പക്ഷേ പാലം വരുന്നതിന് മുന്നേ ആയിരുന്നു ഞങ്ങളുടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ ബോട്ടിൽ ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല രസമായിരുന്നു ആ സമയത്തൊക്കെ.
ഇവിടുത്തെ പരിപാടി ഏകദേശം ആൾ സ്റ്റോപ്പ് ചെയ്തു. ഇനി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകാമെന്നുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി സമയം ആയതുകൊണ്ട് അത്യാവശ്യം വണ്ടിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അപ്പുറത്ത് നിന്നിട്ടാണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് സമയം ഞങ്ങൾ പാർക്കിലൊക്കെ കളിച്ചിട്ടേ പോകത്തുള്ളേ. അപ്പോൾ ആൾ ഊഞ്ഞാലെ കയറിയിരുന്ന് ആടാൻ തുടങ്ങി. അവളുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ കയറ്റത്തുമില്ല, പുള്ളിക്കാരനെ ആട്ടാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആൾക്ക് എന്തായാലും 12 വയസ്സായിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വീണ്ടും അവിടെ നാടിയിട്ട് പാലത്തിലോട്ട് കയറാനുള്ള പരിപാടിക്ക് അവിടെ നിൽക്കുകയാണ്. വെയിലായി തുടങ്ങി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് കുറേ സമയം കൊണ്ട് ആളോട് പറയുന്നു. അപ്പോൾ അവിടെ കുറച്ച് പേര് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട്. അപ്പോൾ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. ചൂണ്ടയിടുന്ന ആൾക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. ചൂണ്ടയൊക്കെ വീട്ടിലുണ്ട്, പക്ഷെ നമ്മൾ രാവിലെ ചൂണ്ടയൊന്നും എടുക്കാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ സൈഡിലായിട്ട് കാണുന്ന കട കണ്ടോ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ വന്ന് ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല, അതിപ്പോൾ പൂട്ടിപ്പോയി. അപ്പോൾ ആൾക്കിപ്പോൾ ക്ലാസ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഞങ്ങൾ നടക്കാൻ വരുന്നത്. ഇപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഈ പരിപാടി ഒന്നും നടക്കില്ല. ഇവർ രണ്ടുപേരും പഠിക്കുന്നത് ഗോകുലത്തിലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് സുഖമാണ് കേട്ടോ പോകാനായിട്ടൊക്കെ. സൈക്കിളിലാണ് രണ്ടാളും പോകുന്നത്. ദേവക്കുട്ടൻ തന്നെ പൊക്കോളും, സാനിക്കുട്ടീനെ ഞാൻ സൈക്കിളിൽ കൊണ്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മക്കളെ എവിടെയാണ് പഠിക്കുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പാലത്തിൽ നിന്ന് വീണ്ടും ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി. പിന്നെയും അവൻ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് വന്നത്. എനിക്കാണെങ്കിൽ പ്രാന്ത് പിടിച്ചിട്ട് വയ്യ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നിട്ട് ശരിക്കും ടയേർഡായി കേട്ടോ. കൊച്ചിപ്പോൾ എഴുന്നേറ്റിട്ട് ഉണ്ടാവുമായിരിക്കും. അമ്മയുണ്ട് വീട്ടിൽ, കുഴപ്പമൊന്നുമില്ല. അവൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ തിരക്കാറും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെയും വന്ന് കളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ കുട്ടിപ്പട്ടാളങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ സാധനത്തിൽ എന്താ ചെയ്യുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല കേട്ടോ. ആദ്യം വന്നപ്പോഴത്തേക്കും 2-3 പ്രാവശ്യം അലച്ചും കെട്ടി താഴെ വീണു. എന്നാലും പിന്നെയും പടച്ച് അതിൻ്റെ പുറത്തോട്ട് കയറും. ഇതെന്ത് ചെയ്യാനാണെന്ന് അറിയത്തില്ല. ആൾക്ക് ഇത്തിരി ഓവർ വെയിറ്റ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത സ്ഥാനത്തിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. ഇത് നല്ല രസമാണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ കയറുമ്പോഴത്തേക്ക് ഒരു പേടി പോലെ തോന്നും. ആ സാധനം ഇങ്ങനെ ഉരുണ്ട് താഴത്തോട്ട് പോരുവേ, തലയും കുത്തി താഴെ വീഴുമോ എന്നുള്ള പേടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഡെയിലി ഇത് തന്നെ പണിയാണല്ലോ ആൾക്ക്. തൊട്ടപ്പുറത്ത് തന്നെ കാണുന്ന ഒരു ചിക്കൻ്റെ കടയാണ്. അപ്പം ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ ചെയ്തിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ചേച്ചി നേരത്തെ വന്ന് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് വീട്ടിലോട്ട്. പാർക്കിൽ കുറേ സാധനങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. വലിയ പിള്ളേരൊക്കെ കയറി ഇതിൻ്റെ പുറത്തിരിക്കുമെന്നേ. അപ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമല്ലേ. എന്താ അല്ലേ ആൾക്കാർ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്. ജാനിക്കുട്ടീനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. ഇവിടെ നിന്ന് അങ്ങേയറ്റം വരെ ഓട്ടം, അവിടെ നിന്ന് ഇങ്ങേയറ്റം വരെ ഓട്ടം. ഒരാൾ അവളുടെ പുറകെ ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നോളേ. അപ്പം ഞങ്ങൾ വൈകിട്ടൊക്കെ ആകുമ്പോഴേ അവളെ കൊണ്ട് വരത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവൾ കുറേ സമയം കളിച്ചിട്ടൊക്കെ വരുള്ളൂ. ഉച്ച സമയത്തൊക്കെ വന്നാൽ ഒടുക്കത്തെ ചൂടും വെയിലും ആയിരിക്കും. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴത്തൊക്കെ ഇരിക്കുമ്പോൾ വലിയ ചൂടൊന്നുമില്ല, രാവിലെയും വൈകിട്ടൊക്കെ. ഉച്ച സമയത്തൊന്നും ഒട്ടും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഒട്ടും ആ വഴി കൂടെ പോലും വരാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏകദേശം ഒരു 7 മണി 7-7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് പോരാറുള്ളത്. ജാനിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ടാവും ഈ സമയത്ത്. അപ്പം ഏകദേശം ഇന്നത്തെ നടപ്പ് നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ പോരുന്ന വഴിയാണിത്. ഞങ്ങളുടെ വീട് ശരിക്കുള്ളത് വളമങ്ങലാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.